പറയത്തില്ല. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. അശോക് കോക്കും മാധവ സുരേഷും തമ്മിലുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ച് തകർക്കുന്നുണ്ട്. അതായത് ഒരു പ്രമുഖമായിട്ടുള്ള ന്യൂസ് ചാനൽ വന്ന് അത് ഒരു മാധവ സുരേഷിൻ്റെ സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ മകനായ മാധവ സുരേഷിനെ വെച്ച് ഒരു സംവിധായകൻ പടം എടുക്കുന്നു. ആ പടം എടുത്തതിനെ ചൊല്ലി ആ പടം 4.5 കോടി രൂപയ്ക്കാണ് എടുത്തതെന്ന് സംവിധായകൻ പറയുന്നു. ആ സംവിധായകനും മാധവ സുരേഷും വന്ന് പറയുന്ന അശോക് കോക്ക് എന്ന് പറയുന്ന സിനിമയിൽ നിരൂപണം ചെയ്യുന്ന, യൂട്യൂബിലും ബ്ലോഗുമായിട്ട് ഒരു സിനിമയെക്കുറിച്ച് കമൻറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പറയുന്ന ഒരാളാണ് അശോക് കോക്ക്. അശോക് കോക്കിനെ അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇനി അറിയത്തില്ലെങ്കിൽ അശോക് കോക്ക് എന്ന് പറയുന്ന ആൾ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ നെഗറ്റീവ്, അതിൻ്റെ പോസിറ്റീവ്, ചിലപ്പോൾ അതിൻ്റെ പോസിറ്റീവ് മാത്രം പറയും, നെഗറ്റീവ് മാത്രം പറയും. അതാണ് അശോക് കോക്ക്. അതുപോലെ മാധവ് സുരേഷ് എന്ന് പറയുന്നത് പലർക്കും സുരേഷ് ഗോപിയുടെ മകനാണെന്നറിയാം. മാധവ് സുരേഷിനെ വെച്ച് 4.5 കോടി മുടക്കി ഒരു പടം എടുക്കാൻ കാണിച്ച ധൈര്യം, ഒരു പുതുമുഖ നടനെ അല്ലേ, അതൊക്കെ അവിടെ നോക്കട്ടെ. മാധവ് സുരേഷ് എന്ന് പറയുന്നത് രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിലേക്ക് കടന്നു വന്ന ഒരു എന്നാ പറയണ്ടേ, ഒരു സിനിമ ആർട്ടിസ്റ്റ്, പുതിയൊരു ആർട്ടിസ്റ്റാണ് അല്ലേ. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത, ആകെ 1-2 പടങ്ങൾ കണ്ടിട്ട് മാത്രമുള്ള ഒരു, അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളൊന്നുമില്ലാത്ത ഒരു ആള്. അയാളെ വെച്ച് ഈ സംവിധായകൻ കേൾക്കണം. അതിന് അശോക് കോക്ക് പറഞ്ഞ മറുപടി നമുക്കറിയാം. അശോക് കോക്ക് പൈസ വാങ്ങിയാണ്, ലക്ഷങ്ങൾ വാങ്ങിയാണ് സിനിമ നിരൂപണം ചെയ്യുന്നതെന്ന് ഈ സംവിധായകൻ പറയുന്നു. നമുക്ക് നോക്കാം എന്താണ് സംവിധായകൻ TV-യിൽ വന്നിരുന്ന് പറഞ്ഞത്. കേട്ടു നോക്കാം. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. കേട്ടില്ലേ? ഇത്ര രൂപ വാങ്ങി പൈസ വെച്ച് നിരൂപണം ചെയ്യുന്ന ആളാണ് അശോക് കോക്ക് എന്ന് ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തോട് 1 ലക്ഷം രൂപ മേടിക്കാൻ വേണ്ടി ചോദിച്ചെന്നാണ് പറയുന്നത്. ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പറയാൻ 1 ലക്ഷം രൂപ. എന്തുവാടേ ഇത്? എന്ത് ലോക? അപ്പം എത്രയോ പേര് നിരൂപണം ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം പൈസ വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്? അശോക് കോക്ക് എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിലെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. അത് പോട്ടെ. ഇനി അശോക് കോക്ക് അങ്ങനെ ഒരു നിരൂപണം ചെയ്തെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അത്രയും തകർന്നു പോകുന്ന കണ്ടന്റ് ആണെങ്കിൽ നിങ്ങളുടെ സിനിമ വിജയിക്കുമല്ല. 4.5 കോടി വെച്ച് ഒരു പുതുമുഖ നടനെ വെച്ച് അഭിനയിപ്പിച്ച് ആ പടം വിജയിപ്പിക്കാമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇത്രയും റിസ്ക് എടുത്ത ആ സംവിധായകൻ തന്നെയാണ് വെറും പൊട്ടൻ. അവൻ നടത്തുന്ന കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാർക്കിച്ച് തുപ്പും. എവിടുന്നാണ് ഈ കണക്കൊക്കെ പഠിച്ചത്? അശോക് കോക്കിന്റെ വീഡിയോ വെച്ച് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാണ്. നമുക്ക് നോക്കാം എന്താണ് ആ സംവിധായകൻ പറയുന്നത് നോക്കാം. ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അശ്വന്ത് കോക്കിനെ കൊട്ടേഷൻ പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ സിനിമയെ റിവ്യൂ എഴുതി നശിപ്പിക്കും. ഇത് അതിനകത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് മാധവ സുരേഷിനെ പോലെ ഒരു പുതുമുഖ വലിയൊരു ഗ്ലാമറോ കാര്യങ്ങളോ ഒന്നും സിനിമയ്ക്ക് വേണ്ട ഒരു എന്നാ പറയണ്ട ഒരു സംഭവങ്ങൾ നിങ്ങളെ കളിയാക്കുമൊന്നും ബോഡി ഷേമ് ചെയ്യുമൊന്നുമല്ല. വേണ്ട വിധത്തിലുള്ള ഒരു എന്നാ പറയണ്ട ഒരു ഗ്ലാമറോ അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന ഗംഭീരമോ, മോഹൻലാലിന്റെ ഗംഭീരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനായ സുരേഷ് ഗോപിയുടെ തലയെടുപ്പോ ആഹാരപടിവോ ഇതൊന്നുമില്ല. സിനിമാ നടന്മാർക്ക് നമ്മൾ കൽപ്പിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ആ കാണുന്ന ലുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഒരാളെ, ഒരു പുതുമുഖത്തെ, ഇതാകെ ബോഡി ഷേമിങ് ഒന്നുമല്ല, ഒരാളെ ഒരു പുതുമുഖ താരത്തെ ഒരു 4.5 കോടി വെച്ച് പടമെടുത്ത് 200 പേര് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ച് ഈ പടം എടുക്കാൻ കാണിച്ച ചങ്കൂറ്റത്തിനാണ് നിങ്ങൾക്ക് അവാർഡ് തരുന്നത്. നിങ്ങളത് പഠിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമായിരുന്നു. കാരണം അത്രയും വലിയ ഒരു സ്റ്റാർ പാർട്ടിയാണ് ഒന്നുമില്ലാത്ത ഒരാൾ. സുരേഷ് ഗോപിയുടെ മകനെ വെച്ച്
പടം എടുത്താൽ വിജയിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? സുരേഷ് ഗോപി ചെയ്യുന്ന പടം തന്നെ 8 നില പൂട്ടുകയാണ്. സുരേഷ് ഗോപി അടുത്ത കാലത്തൊക്കെ ഇറക്കിയ പടങ്ങളെല്ലാം പൊട്ടിയെന്ന് അവസാനമാണ് പുള്ളി ഈ രാഷ്ട്രീയ പ്രവേശനമൊക്കെ നടത്തി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. സിനിമകളിലെ ഒരുപാട് ക്ലാഷുകളുണ്ട്, അതൊക്കെ പോട്ടെ. അശോക് കോക്കി എന്താണ് ഇതിന് മറുപടിയായിട്ട് രാത്രിയിൽ അദ്ദേഹം കിടക്കപ്പായെന്ന് ചാടി എണീറ്റ് വന്നിട്ടാണ് അദ്ദേഹം ഇതിനുള്ള മറുപടി പറഞ്ഞത്. ആ മറുപടി നമുക്ക് കേൾക്കാം. അശോക് കോക്കി എന്താണ് പറഞ്ഞത് നോക്കാം. പറയുകയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം സ്വന്തം അപ്പന് വരെ അവൻ പറഞ്ഞു. എന്തിന്റെ ആവശ്യമായിരുന്നു? അവന്റെ വായിന്നുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വാങ്ങേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഈ സിനിമയ്ക്ക് അശോക് കോക്ക് നൽകിയെങ്കിൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 9 ലക്ഷം പേര് കണ്ടു. ഈ 9 ലക്ഷം പേരിൽ കുറച്ച് പേരെങ്കിലും പോയി കാണും ഇതെന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനോടാണ് കൂടുതൽ താല്പര്യം. അവർക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ മറ്റേ അടിച്ചുപൊളി. ഈ മാധവ സുരേഷ് എന്ന് പറഞ്ഞ ആള് പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരെപ്പെട്ട പിള്ളേരാണ്. അപ്പൊ അത്ര നല്ല കണ്ടന്റ് ആണെങ്കിൽ ആളുകൾ പോയി കാണുമെന്നേ, ഇപ്പോഴത്തെ ജനറേഷൻ പോയി കാണും. അപ്പൊ ജനറേഷൻ പോയി കാണാൻ കൊള്ളാത്ത എന്തൊക്കെയോ ആ സിനിമയിലുണ്ട്. അല്ലെങ്കിൽ അത്രയും തല്ലിപ്പൊളിയായിട്ടാണ് അതിൻ്റെ തിരക്കഥയും അതിൻ്റെ ഡയറക്ഷനും പോയേക്കുന്നത്. ഒരു പടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, കണ്ടിറങ്ങി കഴിയുമ്പോൾ ആളുകളിലേക്ക് എത്തുന്ന ഒരു പബ്ലിസിറ്റി. അതാണ് സിനിമകളിൽ. അല്ലാണ്ട് യൂട്യൂബിൽ പോയിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടല്ല ഒരുത്തരം സിനിമ കാണാൻ പോകുന്നത്. ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, സിനിമ പ്രാന്തന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏത് പടം ഇറങ്ങിക്കഴിഞ്ഞാലും അവർ ആ റിലീസിൻ്റെ അന്ന് പോയി കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കാണുന്ന ആരെങ്കിലും ഒരാൾ ഒരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ആയി ഇങ്ങനെ പറഞ്ഞ് ആ സിനിമയെക്കുറിച്ച് നല്ലൊരു നിരൂപണം കിട്ടുകയും അങ്ങനെ കൂടുതൽ ആളുകൾ കാണുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ്റെ സിസ്റ്റം. ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബൊക്കെ വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ വിവരദോഷവും പൊട്ടത്തരവും കണ്ടുകൊണ്ടൊന്നും അല്ല ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു. ഇത് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ, യൂട്യൂബ് ഒരു എന്റർടൈൻമെന്റ് ആണ്, സിനിമ എന്റർടൈൻമെന്റ് ആണ്. യൂട്യൂബിനേക്കാളും എന്റർടൈൻമെന്റ് ആണ് സിനിമ. അപ്പൊ അത് സമയം ഒരു സാധാരണക്കാരന്റെ ഒരു അഭിവാജ്യമായ ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറും. അപ്പൊ അത് നല്ല പടമാണെങ്കിൽ ഇടിച്ചു കയറുകയുള്ളൂ. അതിന്റെ തിരക്കഥാ സംവിധാനം ഇതൊക്കെ നമ്മൾ അതിനു വേണ്ടി ഒരുക്കി കൂട്ടിയേക്കുന്ന ആ ഒരു 2 മണിക്കൂർ പ്രേക്ഷകന് നൽകുന്ന നല്ല വിരുന്നാണെങ്കിൽ മാത്രമേ ആ വിരുന്ന് ഉണ്ണാൻ ആളുകൾ കയറും. അല്ലേ, നല്ല ഹോട്ടലിലെ ആൾ കയറും നമ്മൾ കേട്ടിട്ടില്ലായിരിക്കും. നമ്മുടെയൊക്കെ അനുഭവം, ഞാനൊക്കെ നല്ലൊരു ഹോട്ടലിൽ കയറുള്ളൂ. നമ്മൾ ഒന്നെങ്കിൽ അതിൻ്റെ റിവ്യൂ നോക്കും. അല്ലേ, നേരത്തെ ആളുകൾ കയറി കഴിച്ചതിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അവിടുത്തെ ആൾത്തിരക്ക് കാണും മനസ്സിലാവും ഈ ഹോട്ടലിൽ ഇത്രയും. അപ്പം ഒരു പടം ഇറങ്ങി അതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നുണ്ടെങ്കിൽ ആ പടം വിജയിച്ചു. അല്ലേ, ആദ്യം ഫസ്റ്റ് ഷോ കണ്ട് പുറത്തിറങ്ങുന്നവൻ്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അവൻ അവൻ്റെ വീട്ടിൽ ചെന്ന് പറയും നല്ല പടമാണ്, വീട്ടുകാരത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കാണാൻ പറ്റും. ഇങ്ങനെ നല്ല റിവ്യൂ സത്യസന്ധമായി സാധാരണ ജനങ്ങൾ ചെയ്യുന്ന പടമാണെങ്കിൽ അതൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ. ഈ തണ്ണീർ മത്തം എന്ന് പറഞ്ഞൊരു പടം ഞാൻ കണ്ടത്, അത് വളരെ കുറച്ച് നാൾ മുമ്പത്തെ ആ പുതുമുഖ നടന്മാരെ വെച്ച് അഭിനയിപ്പിച്ചൊരു പടം. ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പുതുമുഖ നടന്മാരെ വെച്ച്, അത് പിള്ളേരെ വെച്ച് അഭിനയിപ്പിച്ച ആ പടമൊക്കെ വമ്പൻ ഹിറ്റായി. അതുപോലെ പല പടങ്ങളും പുതുമുഖങ്ങളെ വെച്ച് ഹിറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഈ വ്യക്തിപരമായി ഇവർ ചിന്തിക്കുന്നത്, ഇവര് BJPയുടെ അപ്പൻ BJPക്കാരനായതുകൊണ്ടാണ് ഇട്ട ഷഡ്ഡിയുടെ കളർ വെച്ച് പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ ചിന്താഗതിയാണ്. ഇതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ തിരക്കഥയും സംവിധായകനും ഇതൊന്നും ശരിയല്ലാത്തതുണ്ട്. 4.5 കോടി വെച്ച് നിങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ കാട്ടിയ ആ പൈസയ്ക്ക് വേറെ ഏതെങ്കിലും നടനെ വെച്ചെടുത്തെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരെ മാധവ സുരേഷിനോടൊപ്പം അഭിനയിപ്പിച്ച് അതിനെ ആ സിനിമയെ കയറ്റിക്കൊണ്ടുവരായിരുന്നു.
അതില്ലാതെ പുള്ളിനെ ഒരു നായകനാക്കി വെച്ചൊക്കെ എടുത്ത മാധവ സുരേഷ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മൊത്തം കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷാണ് കേട്ടോ. ആർക്കും മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. കളർ മാറ്റി, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓറഞ്ച് അണ്ടർവെയർ എന്ന് പറയുന്നത്. വാട്ട് റെലവൻസ് ഡസ് ദിസ് മേക്ക്? ഒരു ഫിലിം റിവ്യൂവർ, ഒരു ഫിലിം ക്രിട്ടിക്കുവാണെങ്കിൽ ഐ യു ഗോണ ബി ഫോക്കസിങ് ഓൺ സംവൺസ് ക്ലോത്തിങ് ഫോർ ദാറ്റ് ഫിലിം? അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഷഡ്ഡിയുടെ കളർ വെച്ച് തന്നെ എന്തുവാടേ. ഈ നിരൂപകരും നിരൂപണം ചെയ്യുന്നവരും അല്ലെങ്കിൽ യൂട്യൂബർമാരും അതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു വിവാഹമാണ് അല്ലേ. അവരെ നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു പ്രൊഫഷനാണ്, പണം ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനാണ് അല്ലേ. വീഡിയോയിൽ ചെയ്യുന്നതും നിരൂപണം പറയുന്നതും അത് ഓരോരുത്തരുടെ സ്വന്തം കാര്യമാണ് പറയുന്നത്. ഒരാളൊരു സിനിമയെ കുറിച്ച് യൂട്യൂബിൽ വന്ന് പറയുന്നത് അയാളുടെ സ്വന്തം കാര്യമാണ് പറയുന്നത്. അതിൽ ഇതൊന്നും ആക്കിക്കൂട്ടിയിട്ടല്ല പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, അയാളുടെ ഇഷ്ടം അതായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ പോസിറ്റീവ്, അതായത് ആ സിനിമ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് സംഭവം എന്നാണ് അയാൾ പച്ചയായിട്ട് പറയുന്നത്. അതിപ്പോൾ ഈ യൂട്യൂബിലായാലും പണം വാങ്ങിയിട്ടാണ്, ഈ പണം വാങ്ങി ചെയ്തോന്നുള്ളതിനെ പറ്റിയാണ് അശോക് കോക്ക് ഇപ്പൊ പറഞ്ഞത്. അത് നിങ്ങൾ കണ്ടു കാണും. അശോക് കോക്ക് വെട്ടിക്കീറിയെടുത്തില്ല. ഒന്നും കൂടെ അശോക് കോക്ക് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ. ഇതിൽ കൂടുതൽ മറുപടി മാധവ സുരേഷ് എന്ന് പറയുന്ന വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടന് വേണോ? സ്റ്റാർ വാല്യൂ ഒക്കെ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തരേണ്ട ഒരു കാര്യമാണ് അല്ലേ. നിങ്ങളുടെ അച്ഛൻ്റെ സ്റ്റാർ വാല്യൂ പോലെയല്ല ഒരു മക്കൾ ഒരു സിനിമയിലേക്ക് എൻട്രി വരുമ്പോൾ അത് സ്വന്തം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വാല്യൂ ആണ് അല്ലേ. ഓരോ മക്കളും സ്വന്തം അച്ഛൻ അമ്മയോ ആരോ ആയിക്കോട്ടെ, അവർ സിനിമയിലോ ഏതെങ്കിലും മേഖലയിൽ വലിയവരാണെങ്കിലും സ്വന്തം കഴിവുകൊണ്ടാണ് നമ്മളെ അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഉള്ളിലേക്ക്, ആ ഹൃദയത്തിലേക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണിച്ച പട്ടിഷോ, ഈ പട്ടിഷോ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ പട്ടിഷോ ഒന്നും വില പോകില്ല. ഒരു മനുഷ്യനും തിയേറ്ററിൽ പോയി പടം കാണില്ല. അപ്പം മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.